KSRTCയിൽ കരാർ ജോലിക്കാർക്ക് ശമ്പളം നൽകിയില്ലെന്ന് പരാതി. ബസ് വൃത്തിയാക്കൽ ജോലി ചെയ്ത തൊഴിലാളികൾക്കാണ് നിശ്ചയിച്ച ശമ്പളം നൽകാത്തത്. മുഴുവൻ തുകയും KSRTC നൽകിയിട്ടില്ലെന്നാണ് കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ വിശദീകരണം. വാർത്തയുടെ വിശദാംശങ്ങൾ തലസ്ഥാനത്ത് നിന്ന് MS വീണ നൽകും. വീണ, എന്തൊക്കെ പരാതികളാണ് ഈ തൊഴിലാളികൾ ഉന്നയിക്കുന്നത്? രാഖി, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എപ്പോഴും സർക്കാർ പറയുന്നത് അടിസ്ഥാന വർഗ്ഗ തൊഴിലാളികൾക്കൊപ്പമാണ്, അവരോടൊപ്പമാണെന്നൊക്കെ എപ്പോഴും പ്രസ്താവനകൾ ഇറക്കാറുണ്ട്. പക്ഷേ ഗതാഗത വകുപ്പും പല പരിഷ്കാരങ്ങൾ വകുപ്പിൽ വരുത്തുമ്പോഴും ഇത്തരത്തിൽ അതായത് KSRTCയിലെ ഒരു കരാർ കമ്പനിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ശുചീകരണത്തിന് KSRTC ബസ്സുകളുടെ ശുചീകരണത്തിനായിട്ട് കരാർ കൊടുക്കുന്നത്. എന്നാൽ ഒരു മാസക്കാലമായിരുന്നു, അതായത് ജൂൺ 19 മുതൽ ജൂലൈ 19 വരെയായിരുന്നു ഇതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞിട്ടും 27 തൊഴിലാളികളാണ് ഇത്തരത്തിൽ ബസ്സിൻ്റെ ഈ ഒരു ശുചിയാക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. ഓരോ തൊഴിലാളികളും 400 വീതമുള്ള ബസ്സുകളാണ് വൃത്തിയാക്കിയത്. പക്ഷേ മാസങ്ങൾ കഴിയുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസമായിരിക്കുന്നു, കരാർ ഒരു മാസമായിരുന്നു. ആ കരാർ കഴിഞ്ഞിട്ടും 25,000 രൂപയാണ് ഓരോ തൊഴിലാളികൾക്ക് നൽകാനുള്ളത്. എന്നാൽ 5,000 രൂപ മാത്രമാണ് തൊഴിലാളികൾക്ക് നൽകിയത്. എന്നാൽ KSRTCയുടെ ഭാഗത്തുനിന്ന് വരുന്ന വിശദീകരണം, കരാർ നിലനിൽക്കാത്തതിനാൽ ഒരു മാസം മാത്രമാണ് ആ ഒരു കരാറിന് ആ ഒരു കരാറിന് കാലാവധി ഉണ്ടായിരുന്നത്. ആ കാലാവധി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം പരിഹരിക്കുന്നതിൽ ഇപ്പോഴും കാലതാമസം നേരിടുന്നു എന്നുള്ളതാണ്. തൊഴിലാളികളടക്കം ആശങ്കയിലാണ്. ഒരു മാസത്തെ കരാറിനായിരുന്നു ആ ഒരു കമ്പനി ഇത്തരത്തിൽ ശുചീകരണ പദ്ധതിക്കായിട്ട് ശുചീകരണവുമായി ബന്ധപ്പെട്ട് KSRTCയുടെ 400ഓളം ബസ്സുകളാണ് ഓരോ തൊഴിലാളികളും വൃത്തിയാക്കിയത്. എന്നാൽ ഈ ശുചീകരണം പൂർത്തിയാക്കി മാസങ്ങൾ കഴിയുന്നു. ഇനി ആ കരാർ കമ്പനിയും അതുപോലെ തന്നെ തൊഴിലാളികളും ഗതാഗത വകുപ്പിൽ ഓരോ ഓഫീസുകളിലും കയറി ഇറങ്ങി ആ ഒരു തുക തിരികെ വാങ്ങുവാൻ പണിയെടുത്ത് തങ്ങൾ ചെയ്ത ജോലിയുടെ കൂലിക്കായി ഇനി കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ കൂടിയാണുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി, കരാർ കൊടുക്കുവാൻ കാണിച്ച ഒരു ആവേശം, എന്തുകൊണ്ടാണ് പണിയെടുത്ത തൊഴിലാളികൾക്ക് അവരുടെ വേതനം നൽകുന്ന കാര്യത്തിൽ ഗതാഗത വകുപ്പ് തീരുമാനമാകാത്തത് എന്നുള്ള ഒരു ആരോപണം കൂടി, ഒരു വിമർശനം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. മാത്രമല്ല തൊഴിലാളികൾക്കൊപ്പം എന്ന് പറയുന്നു KSRTCയിൽ പലതരത്തിലുള്ള പരിഷ്കാരങ്ങൾ വരുന്നുണ്ട്. ആ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ മുൻഗണന നൽകുമ്പോൾ എന്തുകൊണ്ടാണ് പണിയെടുക്കുന്ന ഇത്തരത്തിലുള്ള തൊഴിലാളികളെ അവഗണിക്കുന്നത്? കരാർ കമ്പനിയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗതാഗത വകുപ്പിൽ നിന്നും ഒരു മറുപടിക്കായി കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഗതാഗത വകുപ്പ് കൃത്യമായിട്ടൊരു മറുപടി പറയുന്നില്ല. കാലാവധി കഴിഞ്ഞു എന്നുള്ള മുട്ടാന്യായം പറഞ്ഞാണ് തൊഴിലാളികളെയും ഒപ്പം തന്നെ ഈ ഒരു കമ്പനിയെയും ഓരോ ദിവസവും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം കരാർ കമ്പനി ഈ ജീവനക്കാരെ അങ്ങ് ഒഴിവാക്കി വിടുന്ന ഒരു സാഹചര്യമാണ് എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് രാഖി. നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, അതെ, കാര്യം കഴിയുമ്പോൾ കൈ കഴുകുക എന്നുള്ള അത് തന്നെയാണ് ഇപ്പോൾ ഈ തൊഴിലാളികൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ള തീർത്തും അവഗണിക്കുകയാണ് ഈ തൊഴിലാളികളെ ചെയ്തിരിക്കുന്നത്. 27 തൊഴിലാളികളായിരുന്നു, അവർ അധ്വാനിച്ചു. കരാർ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തൊഴിലാളികൾ പണിയെടുത്തതും. എന്നാൽ പണിയെടുത്ത് മാസങ്ങൾ കഴിയുമ്പോഴും ദിവസങ്ങൾ കഴിയുമ്പോഴും അവർക്ക് അർഹമായ വേതനം നൽകുന്നില്ല എന്നുള്ളതാണ്. അവർ പണിയെടുത്തതിൻ്റെ കൂലിയാണ് ചോദിക്കുന്നത്. എന്നാൽ തീർത്തും കൈയൊഴിയുന്ന ഒരു നിലപാട് തന്നെയാണ് ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ കരാർ കമ്പനിയുമായി വേഗത്തിൽ കരാറിലാകുന്നു. ഒരു മാസത്തെ കാലാവധി മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കരാർ കമ്പനി കൃത്യമായി തന്നെ ആ കാലയളവിൽ എന്തൊക്കെ നിബന്ധനകളാണോ വെച്ചിരുന്നത് ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അവരുടെ ജോലികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ കാര്യം കഴിഞ്ഞപ്പോൾ കൈയൊഴിയുന്ന ഒരു നിലപാട് ഗതാഗത വകുപ്പും സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ഇതിനായി ഗതാഗത വകുപ്പിനെയും ഒപ്പം തന്നെ ഗതാഗത ഉദ്യോഗസ്ഥരെയും കണ്ട് അതിന് പിറകെ നടക്കേണ്ട ഒരു അവസ്ഥയിൽ കൂടിയാണ്. തീർത്തും ഇതിന് ഒരു നടപടി വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. മാത്രമല്ല 5,000 രൂപ മാത്രമാണ് നൽകിയത്. നമുക്കറിയാം ഈ ഒരു ജൂൺ 19 മുതൽ അത് ജൂലൈ 19 വരെയായിരുന്നു ഇതിൻ്റെ ഒരു കാലാവധി. അത് കഴിഞ്ഞിട്ട് ഓണം വന്നു. ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ വന്നപ്പോഴും ഇതിനായി തൊഴിലാളികൾ ഈ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പുറകെ നടക്കുകയാണ്. ആ ഒരു ഓഫീസുകൾ കയറി ഇറങ്ങുന്ന ദുരിതത്തിൽ കൂടിയാണ്. തീർത്തും ജോലി എടുത്തവർക്ക് അവരോട് തീർത്തും ഒരു ആത്മാർത്ഥമായൊരു നിലപാട് സ്വീകരിക്കാൻ ഗതാഗത വകുപ്പിന് സാധിച്ചിട്ടില്ല. വളരെ തുച്ഛമായ തുക ലഭിക്കുന്നതിന് വേണ്ടി ഓഫീസുകൾ മുഴുവൻ കയറി ഇറങ്ങേണ്ട ഒരു ഗതികേടിലാണ്.
തീർച്ചയായും അത് തന്നെയാണ് രാഖി. അതായത് കൃത്യമായി കരാർ ഏർപ്പെടുത്തുന്നു, ഈ ദിവസങ്ങൾ പറയുന്നു, അതനുസരിച്ച് 27 തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. കൃത്യമായി ഓരോ തൊഴിലാളികളും 27 പേരാണ്. ആ 27 പേരിൽ ഓരോരുത്തരും 400 ബസ് വീതം വൃത്തിയാക്കുന്നു. പൊതുജനാരോഗ്യമൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അവരും ആ ഒരു കരാറിനെ അത്രയും പ്രാധാന്യത്തോടു കൂടി എടുത്തു. കൃത്യമായി ഗതാഗത വകുപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഈ ഒരു കരാർ എടുക്കുന്നതും കൃത്യമായി സമയബന്ധിതമായ ആ കരാർ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ആ കരാർ പൂർത്തിയാക്കിയതിന് ശേഷം തൊഴിലാളികളോട് കാണിക്കേണ്ട ആത്മാർത്ഥത കാണിക്കുന്നതിൽ 27 പേരാണ്. 27 പേർക്കും ഒരാൾക്ക് 25,000 രൂപയാണ് നൽകേണ്ടത്. തുച്ഛമായൊരു വേതനം നൽകുവാൻ പോലും സർക്കാർ കാണിക്കുന്നത്. ആദ്യം ഈ കരാർ കൊടുക്കാൻ കാണിച്ചൊരു ആവേശം, ആ കരാർ പൂർത്തീകരിച്ച് ജോലി ചെയ്ത് മടങ്ങിയ തൊഴിലാളികളോട് ആത്മാർത്ഥത കാണിക്കുന്നില്ല. തീർത്തും അവരെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. 5,000 രൂപ മാത്രമാണ് നൽകിയത് എന്നുള്ളതാണ്. ബാക്കി 20,000 രൂപ ഇനിയും ലഭിക്കാനുണ്ട്. 20,000 രൂപ ലഭിക്കാനായി അവർ ഓരോ ദിവസവും ഈ സർക്കാർ ഓഫീസുകളിലേക്ക് കയറി ഇറങ്ങുകയാണ്. ആ ദുരിതമാണ്. ആ ഓരോ ദിവസവും കയറി ഇറങ്ങുന്നതിൻ്റെ നമുക്കറിയാം, ഓരോ വ്യക്തികളാണ്, അവർക്ക് മറ്റു ജോലികളുണ്ട്, അവർക്ക് ആ കരാർ കമ്പനിക്ക് മറ്റു ജോലികൾ ഒക്കെയുണ്ട്. എന്നാൽ അവരുടെ സമയനഷ്ടം, ഒപ്പം തന്നെ ധനനഷ്ടം, ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഈ ദുരിതങ്ങൾക്ക് കൂടി ഗതാഗത വകുപ്പ് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് രാഖി. വീണ, KSRTCയിൽ കരാർ ജോലിക്കാർക്ക് ശമ്പളം നൽകിയില്ല എന്ന പരാതിയാണ് ഉയരുന്നത്. ബസ് വൃത്തിയാക്കൽ ജോലി ചെയ്ത തൊഴിലാളികൾക്കാണ് നിശ്ചയിച്ച ശമ്പളം ലഭിക്കാത്തത്. മുഴുവൻ തുകയും KSRTC നൽകിയിട്ടില്ല എന്ന ന്യായീകരണമാണ് കരാർ ഏറ്റെടുത്ത കമ്പനി ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് വിശദാംശങ്ങൾ നൽകിയത്. MS വീണയാണ് തലസ്ഥാനത്ത് നിന്നും.